കേരളത്തിലെ അതിപുരാതനമായ ശിലാലിഖിതങ്ങളുള്ള ഇടയ്ക്കൽ കേവ്സിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞങ്ങളുടെ താമസം. ഏതാണ്ട് 10 ഏക്കറുള്ള ഒരു കാപ്പി തോട്ടത്തിൻ്റെ നടുവിലാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. ഇത് 2ാമത്തെ തവണയാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര വയനാട്ടിലുള്ള ഇടയ്ക്കൽ കേവ്സിലേക്കാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ ദൂരമുണ്ട് ഇടയ്ക്കൽ ഗുഹയിലേക്ക്. വയനാടിന്റെ മുഖം എളുപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം തന്നെയാണ് പ്രധാന കാരണം. പ്രത്യേകിച്ചും തണുപ്പുള്ള മാസങ്ങളിൽ ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി വരെ ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കാണ് വയനാട്ടിലെങ്ങും. നല്ല വൃത്തിയും വെടുപ്പുമുള്ള നഗരമാണ് സുൽത്താൻ ബത്തേരി. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. പോകുന്ന വഴിയിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം പോലും കാണാൻ കഴിയുന്നില്ല. വളരെ വൃത്തിയായിട്ടുള്ള റോഡുകളും പരിസരവും. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കൽ കേവ്സിന്റെ പ്രവേശന കവാടത്തിലെത്തി. പ്രവേശന കവാടത്തിൽ തന്നെ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന 1-2 കടകൾ. അതും പിന്നിട്ടുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൽ കേവ്സിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. രാവിലെ 9 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ് ഇടയ്ക്കൽ കേവ്സ് സന്ദർശിക്കാനുള്ള സമയം. ഗുഹയിലേക്കുള്ള വഴിയിൽ ഈ പാറയിൽ കുറെ രൂപങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. മാലാഖമാരും ഒക്കെയാണെന്ന് തോന്നുന്നു. അടുത്ത കാലത്താണ് ഈ രൂപങ്ങൾ ഇവിടെ കൊത്തിവെച്ചതെന്ന് സ്പഷ്ടം. പോകുന്ന വഴിയിൽ ഈ വഴിയോരക്കടയിൽ ഉപ്പിലിട്ട നെല്ലിക്ക വിൽക്കാൻ വെച്ചിരിക്കുന്നു. സമയം 10 മണിയേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. കരകൗശല വസ്തുക്കളാണ് ഇവിടുത്തെ കടകളിൽ പലതിലും വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ നടന്നിട്ട് 380 സ്റ്റെപ്പുകൾ കയറി വേണം നമുക്ക് ഇടയ്ക്കൽ ഗുഹയുടെ മുകളിലെത്തുവാൻ. യാത്രയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നത് വളരെ നന്നായിരിക്കും. കാരണം കയറ്റം കയറുമ്പോൾ തീർച്ചയായിട്ടും നല്ല ക്ഷീണവും ദാഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാവിലെയും വൈകുന്നേരമുള്ള സമയങ്ങളാണ് മല കയറുവാൻ പറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ സമയങ്ങൾ ഓർത്തു വെക്കുക. ഇവിടെ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന വേറൊരു കട. രാമശം കൊണ്ടാണ് പല രൂപങ്ങളും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സാധനങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് ഈ കടയിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ചും ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യയിൽ നിന്നും വരുന്ന കസ്റ്റമേഴ്സുമാണ് ഇവർക്ക് ഉള്ളത്. ഇതിനൊക്കെ എത്ര ആയിരിക്കും വില? ഈ ആനക്കൊക്കെ 40,000 രൂപ. പക്ഷെ നമ്മളിപ്പം ഡിമാൻഡ് വെച്ച് ഉണ്ടാക്കുന്നത് അതോ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോകും? ഓ വെയിറ്റ് എന്റെ വീട്ടിൽ വന്ന് ഇരിപ്പുണ്ട് ഈ ഇത്രയും വലിപ്പമുള്ളത് 3 ഫാദർ പണ്ട് വാങ്ങിച്ചിട്ട് വന്ന. ആനകളുടെ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈട്ടിത്തടിയിലാണെന്ന് ഇവർ പറഞ്ഞു.
തൊട്ടടുത്ത് തന്നെ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു കട. ഇവിടെ മുളേരി പായസവും വാങ്ങാൻ കിട്ടും. തിരിച്ചു വരുമ്പോൾ മുളേരി പായസം കുടിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ നടന്നതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്കൽ കേവ്സിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിലെത്തി. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ ഇവിടുന്ന് 20 രൂപയുടെ സ്റ്റിക്കർ വാങ്ങി ഒട്ടിച്ചിട്ട് വേണം അത് മുകളിലേക്ക് കൊണ്ടുപോകാൻ. തിരിച്ചു വരുമ്പോൾ ഈ ബോട്ടിൽ നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 രൂപ നമുക്ക് തിരിച്ച് കിട്ടുന്നതുമായിരിക്കും. ഒരുപക്ഷെ രാവിലെ സമയവും അതുപോലെ വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടുള്ള വഴിയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടെ നിന്നും ഏതാണ്ട് 400 പടികൾ ചവിട്ടി വേണം നമുക്ക് ഇടയ്ക്കൽ കേവ്സിലെത്തുവാൻ. ഈ പടികളും മുന്നോട്ടുള്ള വഴിയുമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ മരങ്ങൾ ധാരാളം ഉള്ളതുകൊണ്ട് വലിയ വേല് കൊള്ളാതെ നമുക്ക് ഗുഹയിലേക്കുള്ള യാത്ര പൂർത്തിയാക്കുവാൻ കഴിയും. കുറച്ച് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ പടികൾ തട്ടി താഴെ വീഴാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ. കയറി നമ്മൾ ഗുഹയിലേക്കുള്ള വഴിയുടെ ഒരു മിഡ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾക്കാർക്ക് വിശ്രമം എടുക്കാനുള്ള ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. യാത്രക്കാരിൽ പലരും കുറച്ച് ആയാസപ്പെട്ടാണ് ഈ പടവുകൾ കടന്നു വരുന്നത്. മുകളിലോട്ട് പോകുന്തോറും യാത്ര കുറച്ചുകൂടെ കഠിനമായി മാറുന്നു. ഗുഹയിലേക്കുള്ള ഈ യാത്ര തന്നെ ഒരു ചെറിയ ട്രക്കിംഗ് എക്സ്പീരിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള കയറ്റം കയറുമ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് കുനിഞ്ഞു നടന്നാൽ കയറുന്ന വഴിയുടെ ആയാസം കുറച്ച് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഏതുതരം ട്രക്കിങ്ങിന് പോയാലും ട്രക്കിംഗ് ഷൂസോ അല്ലെങ്കിൽ വാക്കിംഗ് ഷൂസോ കരുതിയിരിക്കണം. കാല് മുറിഞ്ഞ് നമ്മുടെ യാത്ര മുടങ്ങാനുള്ള സാധ്യത വളരെ അധികമാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഗുഹയുടെ കവാടത്തിലേക്ക് എത്താറായി. ഇവിടെ ഒരു സംഘം യുവാക്കൾ ഗുഹ കണ്ടിട്ട് തിരിച്ചിറങ്ങി പോകുന്നു. മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ കയറി വന്ന പാതയുടെ കഠിനത ശരിക്കും മനസ്സിലാകുന്നത്.
ഞങ്ങളെ കാത്ത് കുറെ കുരങ്ങന്മാരിപ്പുണ്ട്. നമ്മുടെ കയ്യിൽ കഴിക്കാനുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ വന്ന് തട്ടിപ്പറിക്കാറാണ് പതിവ്. സത്യത്തിൽ ഇടയ്ക്കൽ കേവ്സ് ഒരു ഗുഹയല്ല, വലിയ കല്ലുകൾ വീണിട്ട് ഒരു പ്രത്യേക ഷേപ്പിൽ റൂം പോലെ ഉണ്ടായിരിക്കുന്ന സ്ഥലമാണ് ഈ ഇടയ്ക്കൽ കേവ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം വെളിച്ചം ഈ ഗുഹയിൽ എപ്പോഴുമുണ്ട്. ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഈ ചുവരുകളിൽ ഗുഹാചിത്രങ്ങൾ കാണാൻ കഴിയും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഗവൺമെന്റ് ഗൈഡിനെ ഞങ്ങൾ തേടിപ്പിടിച്ചു. ഇത് 30,000 വർഷം മുമ്പ് ശക്തമായ ഒരു ഭൂകമ്പത്തിൽ പാറകൾ പൊട്ടിപ്പിളർന്നാണ് ഗുഹയുണ്ടായത്. ഇടയ്ക്ക് ആ കല്ല് തങ്ങിക്കുന്നില്ലേ, അതുകൊണ്ട് എടക്കല്ല്, അതുകൊണ്ടാണ് എടക്കൽ ഗുഹ എന്ന് പേര്. എടക്കല്ല്, എടക്കൽ ഗുഹ. 6000 വർഷം മുമ്പ് ഇവിടെ സ്റ്റോണേജ് പീപ്പിൾസ് ഈ സ്ഥലം റോക്ക് ഷെൽട്ടറായിട്ട് യൂസ് ചെയ്തായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ ലാംഗ്വേജ് ഇല്ലാത്ത കൊണ്ട് ലാംഗ്വേജ് പർപ്പസിന് വേണ്ടിയിട്ട് അവര് കല്ലുളി കൊണ്ട് പാറയിൽ കൊത്തിക്കീറിയ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. മെയിൻ ചിത്രം എന്ന് വെച്ചാൽ ഇതാണ്, തലയിൽ കിരീടം വെച്ച ഒരാളെ കാണുന്നില്ല, ഇതാണ് ട്രൈബൽ ലീഡർ. ഇത് അയാളുടെ ഫ്രണ്ട് സൈഡ് ഫോട്ടോ, സെയിം അയാളുടെ ബാക്ക് സൈഡ്. ഇത് ഫ്രണ്ട് സൈഡ്, അത് ബാക്ക് സൈഡ്. ഓക്കെ. തൊട്ട് മുകളിൽ കിരീടം വെച്ച ഒരു ലേഡി, ഒരു കുട്ടി കണ്ടോ. പിന്നെ ആ റൗണ്ട് ഒരു മനുഷ്യന്റെ മുഖം വരച്ചാണ്, ഹ്യൂമൻ ഫേസ്, ആ റൗണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു എലിഫന്റിനെ കാണാൻ തന്നെ റൗണ്ടിന്റെ കുറച്ചപ്പുറം. കണ്ടില്ലേ? പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീക്കോക്കിനെ കാണാം, റൗണ്ടിന്റെ തൊട്ട്. പീക്കോക്കിനെ കണ്ടോ റൗണ്ടിന്റെ മുകളിൽ? തൊട്ട് താഴെ റൗണ്ട്. അത് റൗണ്ട് അല്ല, അത് സൂര്യനെ, സണ്ണിനെയാണ് അവർ വരച്ചേക്കുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ അവർ സൂര്യഭഗവാനെയാണ് പൂജ ചെയ്തത്, അതുകൊണ്ട് സണ്ണിനെ വരച്ചത്. ഈ ചിത്രങ്ങളെല്ലാം 6000 വർഷം പഴക്കം. ലാംഗ്വേജ്. അതെ അതെ അതെ. ഇനി ഇങ്ങോട്ട് ഇതൊരു കപ്പിൾ ഡാൻസ് ആണ്. പുരുഷൻ അമ്പും പിടിച്ചിരിക്കുന്നു, ലേഡി ഡാൻസ് പൊസിഷനിൽ. പുരുഷൻ അമ്പും പിടിച്ചിരിക്കുന്നു ഹണ്ടിങ് പൊസിഷനിൽ, ലേഡി ഡാൻസ് പൊസിഷനിൽ. ഇതൊരു ലേഡി ഫിഗർ ആണ്. ഇത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച ടൂൾസ് ആണ്, വെപ്പൺസ്, കത്തി, കത്രിക, ഈ ടൂൾസ്. ഓക്കെ. ഇതൊരു എലിഫന്റിന്റെ ആനയുടെ തല. അവര് നായാട്ടിന് പുറത്ത് കാണുമ്പോൾ സ്പെഷ്യലായി എന്ത് കണ്ടാലെല്ലാം ഇവിടെ വന്ന് ഒരു ചിത്രം വരയ്ക്കുക. എന്താ വെച്ചാൽ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് കൂടിയുള്ളവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി. ഇതൊരു വൈൽഡ് അനിമൽസ്, ഹെഡ്, ബോഡി, വാല്, കാല്. നമ്മൾ ആ സൈഡിൽ കണ്ട ചിത്രങ്ങൾ 6000-4000 വർഷം കാലപ്പഴക്കമുണ്ട്. ഇത് 2800 വർഷമാണ് കാലപ്പഴക്കം പറയുന്നത്. അത് കാർബൺ ഡേറ്റിൽ കൂടെ. ഇത് തലയിൽ കിരീടം വെച്ച് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ അമ്പലങ്ങളിൽ ഡാൻസിൽ കരയാട്ടം, കാവടിയാട്ടം, തെയ്യം, അത് ഇതുള്ളതാണ്, സാമ്യമുള്ളതാണ്. അപ്പൊ ഇതുവരെ ഞാൻ നിങ്ങളെ ചിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞത്. റൈറ്റിംഗ് ലിപി, ലിപിന്റെ പഴക്കം 2300 വർഷമാണ്. ലിപിന്റെ ചിത്രങ്ങൾ 6000, 4000, 2800 വർഷം. ലിപി 2300 വർഷം പഴക്കമുണ്ട്. ലിപി രൂപപ്പെടുന്ന സമയം. അതെ അതെ. ഈ ലിപിയിലെ ലാംഗ്വേജ് തമിഴ്, ബ്രഹ്മി ലാംഗ്വേജ് ആണ്. ബ്രഹ്മി തമിഴ്. ഇതിൽ എഴുതിയിരിക്കുന്നത് പല പുലി താത്തക്കാരി വേടുങ്കോ മലൈ കച്ചവന് നന്ദിജാതി. മീനിങ് പല പുലികളെ കൊന്ന ഒരു ഗോത്ര രാജാവ് ഇവിടെ താമസിച്ചതാണ്. ഇത് സീ ലെവലിൽ 4000 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. ടോട്ടലി ഹിൽസിന് അമ്പുകുത്തി ഹിൽസ് എന്ന് പറയും. ഇത് 1894 മലബാർ പോലീസ് സൂപ്രണ്ട് ബ്രിട്ടീഷുകാരൻ ഫെഡറിക് ഫോസഡ് എന്ന് പറഞ്ഞ ആൾ നായാട്ടിന് വന്നപ്പോഴാണ് ഗുഹ കണ്ടത്. അയാൾ ന്യൂസ് പേപ്പറിലെല്ലാം പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഡ്രെയിനേജ് ആണ്. ഇവിടെ വെഹിക്കിളിൽ കുഴി കാണാം, നാച്ചുറലി ആയിട്ടുള്ളതാണ്. അതിൽ ഒഴുകിപ്പോയിക്കോളും. മൊബൈലിൽ ഞങ്ങളുടെ 3 പേര് ഒരു ഫോട്ടോ എടുത്തരാം. ഇവിടുത്തെ ശിലാലിഖിതങ്ങളിൽ ഏതാണ്ട് 20% മാത്രമാണ് ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. മറ്റുള്ള പലതും ഇതുവരെ ആർക്കും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പല നൂറ്റാണ്ടുകൾ മാറിയപ്പോൾ എഴുതിയിരുന്ന ശിലാലിഖിതങ്ങളുടെ മുകളിൽ പിന്നെ വന്നവർ എഴുതുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇത് വായിച്ചെടുക്കാൻ ഒന്നുകൂടെ പ്രയാസമായത്.
ഗുഹയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കുറച്ചേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ എടുത്തു. ഇവിടെ നല്ല തണുപ്പാണ്. പുറത്ത് അന്തരീക്ഷം ചൂടുണ്ടെങ്കിലും ഈ ചുമരുകൾക്കുള്ളിൽ ഒരു പ്രത്യേക സുഖമാണ് നിൽക്കുവാൻ. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ തന്നെ നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഈ കാണുന്ന ഗ്യാപ്പ് പണ്ടെങ്കോ ഉണ്ടായ ഒരു ഭൂകമ്പത്തിൽ പാറകൾ തമ്മിൽ അകന്നപ്പോൾ ഉണ്ടായതാണെന്ന് ഗൈഡ് വിവരിച്ചു തന്നു. അങ്ങനെ കുറച്ചേറെ നേരം എടക്കൽ ഗുഹയുടെ ഭംഗി ആസ്വദിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് മലയിറങ്ങി തുടങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോൾ കർണാടകയിൽ നിന്നുള്ള ഈ കുട്ടികളുടെ സംഘം മല കയറുന്നുണ്ട്. അവരോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങി. ഹോം സ്റ്റേയിൽ ഞങ്ങളെ കാത്ത് ക്രിസ്മസ് വിളക്കുകൾ തെളിയുന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. This is Benson John signing off from Benson's Travels. Thank you.